ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിർമ്മല അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പാർവതി കണ്ടുകൊണ്ട് വരികയാണ്. എവിടേക്കാണ് രാവിലെ തന്നെ നിർമ്മല ഇനി പോകുന്നത്? അപ്പോൾ പെട്ടെന്ന് നിർമ്മല അങ്ങ് പതറുകയാണ്. അത് പിന്നെ എന്ന് പറയുമ്പോൾ എന്താ ഒരു പതർച്ച? ഞാൻ പിന്നെ രാവിലെ എവിടേക്ക് പോകാനാണ്? അമ്പലത്തിലേക്കാണ് പോകുന്നത്. അമ്പലത്തിലേക്കോ? ഏത് അമ്പലത്തിലേക്ക്? അപ്പോൾ വീണ്ടും നിർമ്മല പതർച്ചയോട് കൂടി പറയാണ്, ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പാർവതി പറയണേ, എങ്കിൽ ഞാൻ കൂടിയുണ്ട് നിന്നോടൊപ്പം, എനിക്കും അവിടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് വേണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് നിർമ്മല പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി മനസ്സിൽ സ്വയം പറയുകയാണ്, ഇവൾക്കെന്താ ഒരു പതർച്ച? ഞാൻ കൂടെ ചെല്ലാമെന്ന് പറയുമ്പോൾ ഇവൾ തടസ്സവും പറയുന്നുണ്ട്. എന്തെങ്കിലും നുണ പറഞ്ഞു പോവുകയാണോ? ഇനി ഇവൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നത് എന്നൊക്കെ സംശയത്തോടു കൂടിയാണ് പാർവതി നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നിർമ്മല ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല ഗൗതം, ഓട്ടോ വന്നില്ലേ? നമുക്ക് പെട്ടെന്ന് പോവാം. ഇല്ല നിർമ്മലാമ്മേ, ഓട്ടോക്ക് കാത്തു നിന്നാലേ നേരം വഴുകും. നമുക്ക് റോട്ടിലിറങ്ങിയാൽ ഏതെങ്കിലും ഓട്ടോ കിട്ടും, അതിലങ്ങ് പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പോവാൻ ഒരുങ്ങുമ്പോഴാണ് പാർവതി വരുന്നത്. അത് ശരി, നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ പോവാൻ ഒരുങ്ങുന്നത്? അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണോ അമ്പലത്തിലേക്ക് പോകുന്നത്? അപ്പോൾ പെട്ടെന്ന് ഗൗതം പതർച്ചയോടുകൂടി ഏയ് അല്ല അമ്മേ, ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ നിർമ്മലാമ്മയും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചതാണ്, എങ്കിൽ ഞാൻ കൂടി നിങ്ങളോടൊപ്പം വരാം. അപ്പോൾ വീണ്ടും ഗൗതം അങ്ങ് പതറുകയാണ്. അത് വേണ്ട അമ്മേ, ഇനിയിപ്പോൾ നമുക്ക് നാളെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോവാം. അത് ശരി, നാളെ എല്ലാവർക്കും ഒരുമിച്ച് പോവാം, എങ്കിലും ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം വരാം. ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരാം. അത് വേണ്ട അമ്മേ, ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഗൗതം നിർമ്മലയും കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഓട്ടോ കിട്ടുകയാണ്. എന്നിട്ട് അതിൽ കയറി രണ്ടുപേരും അങ്ങ് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പാർവതി സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ നിർമ്മലയാണ് അവൻ്റെ പെറ്റമ്മ എന്ന് ഗൗതം അറിഞ്ഞിട്ടുണ്ടാകുമോ? അപ്പോൾ അമ്പലത്തിൽ വെച്ച് അവിടെ വെച്ച് സത്യം ചെയ്യിപ്പിക്കാനാണോ അവൻ കൊണ്ടുപോകുന്നത്? എനിക്കെന്തോ ഇവരുടെ ഈ പോക്കിലൊരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പാർവതി നിൽക്കുന്നത്. അങ്ങനെ ഗൗതം അമ്പലത്തിലെത്തേണ്ട. അപ്പോൾ നിർമ്മലയ്ക്കൊരു സംശയം വരാൻ, അല്ല ഗൗതം, ഞാൻ ഓട്ടോയിലിരുന്ന് ചോദിക്കേണ്ട എന്ന് കരുതിയാണ്, ഓട്ടോക്കാരൻ കേൾക്കുമെന്ന് കരുതിയാണ്. അമ്പലത്തിലേക്ക് വരുമ്പോൾ പാർവതി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാണ് വേണ്ടാന്ന് പറഞ്ഞത്? നിനക്ക് എന്തെങ്കിലും രഹസ്യമുണ്ടോ? പിന്നെ എന്തിനാണ് നീ പാർവതിയോട് അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ അമ്മേ, അങ്ങനെയല്ല, എനിക്കെന്ത് രഹസ്യം? ഞാനിപ്പോൾ അമ്മയും കൊണ്ട് ഇവിടെ അമ്പലത്തിലേക്ക് വരാൻ തന്നെ കാരണം, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു സ്വപ്നം കണ്ടിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടി വന്ന് അമ്പലത്തിൽ വന്ന് തൊഴുന്നതും പ്രാർത്ഥിക്കുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമായിക്കോട്ടെ എന്ന് കരുതിയാണ്. അതല്ലേ എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അത് കേട്ടപ്പോൾ വീണ്ടും നിർമ്മലയ്ക്ക് സംശയം വരികയാണ്. എന്താ നീ പറഞ്ഞത്? അഭിമാന പ്രശ്നമോ? അമ്പലത്തിലേക്ക് വരുന്നതും പ്രാർത്ഥിക്കുന്നതും തൊഴുന്നതും ഒന്നും ഒരു തെറ്റുമല്ല. പക്ഷേ അമ്പലത്തിലേക്ക് വരുമ്പോൾ പാർവതി വേണ്ട എന്ന് പറഞ്ഞ് നീ ഇവിടേക്ക് എന്നെ തനിച്ച് കൊണ്ടുവന്നില്ല. ആ കൊണ്ടുവന്ന രീതിയിൽ എനിക്കൊരു സംശയമുണ്ട്. നീ എന്താ ഇപ്പോൾ പറഞ്ഞത് അഭിമാന പ്രശ്നം എന്നൊക്കെ? നീ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്? എന്താ അമ്മ ഇങ്ങനെ സംശയത്തിൽ ചോദിക്കും? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. ഏതായാലും അമ്പലത്തിലെത്തിയില്ലേ, നമുക്ക് രണ്ടുപേർക്കും കൂടി തൊഴാമെന്ന് പറഞ്ഞ് നിർമ്മലയും കൊണ്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പ്രാർത്ഥിച്ച ശേഷം നിർമ്മല ഗൗതമിന് പ്രസാദമൊക്കെ തൊട്ടെടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ്, CKCയുടെ മുന്നിൽ എൻ്റെ പെറ്റമ്മ ഇതാണെന്നുള്ളതും എൻ്റെ പെറ്റമ്മയുടെ വാശി കൊണ്ടാണ് എൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് ഞാൻ ഇതുവരെ അറിയാത്തത് എന്നും എൻ്റെ പെറ്റമ്മയോടൊപ്പമാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് എന്നും എനിക്ക് CKCയുടെ മുഖത്ത് നോക്കി പറയണം. അതിന് ഒരു തടസ്സവും കൂടാതെ എനിക്ക് പറയാൻ CKCയുടെ മുന്നിൽ വെച്ച് പറയാൻ കഴിയണേ എന്നൊക്കെയാണ് ഗൗതം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിർമ്മല മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നെയും കൊണ്ട് ഗൗതം ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ദേഷ്യം വെച്ചുകൊണ്ടാണ് ഗൗതം ഇവിടേക്ക് എന്നെ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ അടുത്ത പ്രശ്നത്തിന് തുടക്കമിടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് തടയണം, ഇത് തടസ്സപ്പെടുത്തണേ ഈശ്വര. ഇപ്പം തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്, ഇതിനിടക്ക് അടുത്ത പ്രശ്നം കൂടി ഉണ്ടാക്കല്ലേ ഈശ്വര എന്നൊക്കെയാണ് നിർമ്മല പ്രാർത്ഥിക്കുന്നത് കണ്ണടച്ചുകൊണ്ട്. അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ്, അല്ല, ആ CKCയെ കാണുന്നില്ലല്ലോ, അയാൾ എവിടെ? അയാൾക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് CKCയെ വിളിക്കാൻ വേണ്ടി ഗൗതം അങ്ങ് മാറി നിന്ന് ഫോൺ വിളിക്കണം. ഗൗതമിൻ്റെ ഫോൺ എടുത്തതോടെ CKC പറയുകയാണ്, എന്താ ഗൗതം, എൻ്റെ വെല്ലുവിളിയിൽ നീ തോറ്റോ? എനിക്ക് അമ്മയില്ല എന്നും എനിക്ക് തന്തയും തള്ളയും ഇല്ലാത്തവനാണെന്ന് എന്നോട് പറയാനാണോ നീ വിളിച്ചത്? ഈ CKCയോട് വെല്ലുവിളിക്കുമ്പോൾ നീ ഒന്ന് ഓർക്കണം, നീ അനാഥനാണെന്നും നിനക്ക് തന്തയും തള്ളയും ഇല്ല എന്നുള്ളതും ഒക്കെ നീ ഓർത്തിട്ട് വേണം എന്നോട് സംസാരിക്കാൻ. ഇപ്പോൾ എന്നോട് ക്ഷമ പറയാനാണോ, ഈ വെല്ലുവിളിയിൽ തോറ്റു എന്ന് പറയാനാണോ ഗൗതം നീ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഗൗതം, അങ്ങനെ തോൽവി സമ്മതിക്കാനൊന്നുമല്ല CKC ഞാൻ വിളിച്ചിട്ടുള്ളത്, അമ്മയോടൊപ്പമാണ് ഞാനിപ്പോൾ ഈ അമ്പലത്തിൽ നിൽക്കുന്നത്. CKC പറഞ്ഞ സമയത്ത് നിങ്ങളെ കാണാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ അമ്പലത്തിൽ എൻ്റെ അമ്മയോടൊപ്പം
നിധിയോടൊപ്പമാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എൻ്റെ അമ്മയെ കാണാം. അപ്പോൾ CKC പറയണ അമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഈ CKCക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാതെ ഈ CKC ഒരിക്കലും വിശ്വസിക്കില്ല. ഇവരെ ഈ CKCയുടെ മനസ്സിൽ തന്തയും തള്ളയും ഇല്ലാത്തവനാണ് ഈ ഗൗതം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കൂ. അത് കേട്ടപ്പോൾ ഗൗതം, എങ്കിൽ നിങ്ങൾക്ക് ഈ അമ്പലത്തിൽ വന്നാൽ ഉടനെ തന്നെ എൻ്റെ അമ്മയെ നിങ്ങൾക്ക് കാണാമല്ലോ. ഞാനിത് 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞാണ് ഫോൺ വെക്കുന്നത്. പിന്നീട് പാർവതി നിധിയെ കാത്തു നിൽക്കുകയാണ്. ഈ നിധി പുറത്ത് പോയിട്ട് എന്താണ് വരാത്തത്, അവളാണെങ്കിൽ ഫോണും കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിധി വരുന്നത്. നിധിയെ കണ്ടതോടുകൂടി പാർവതി വെപ്രാളം പിടിച്ചുകൊണ്ട് നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിധി, നീ എങ്ങാനും ഗൗതമിനോട് നിർമ്മലയാണ് ഗൗതമിൻ്റെ പെറ്റമ്മ എന്നുള്ള കാര്യം പറഞ്ഞോ? അത് കേട്ടപ്പോൾ പെട്ടെന്ന് നിധി അങ്ങ് ഞെട്ടിപ്പോവാട്ടെ. എന്താ നീ മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. എന്താ ഇപ്പോൾ അമ്മ അങ്ങനെ ചോദിക്കാൻ? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ നിധി. ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട ആവശ്യം എന്താണുള്ളത്? എന്താ ഇപ്പോൾ അമ്മ അങ്ങനെ ചോദിക്കാൻ? ഗൗതമും നിർമ്മലയും കൂടി എന്തോ രഹസ്യമായിട്ട് അമ്പലത്തിലേക്ക് പോയി. ഞാനും കൂടി വരാമെന്ന് പറഞ്ഞപ്പോൾ അവരത് തടസ്സം പറയുകയും ചെയ്തു. എനിക്കെന്തോ ഗൗതം സത്യം അറിഞ്ഞ് നിർമ്മലയെ കൊണ്ട് അമ്പലത്തിൽ വെച്ച് സത്യം പറയിപ്പിക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഗൗതം ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിധി, ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അപ്പോൾ നിധി പറയണ, എന്തിനാണ് ഇപ്പോൾ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്? ഗൗതം ഒരു സത്യവും അറിഞ്ഞിട്ടില്ല. അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. എങ്കിൽ നീ വിളിക്ക്. എന്തിനാണ് അവർ രണ്ടുപേരും കൂടി എന്നോട് കള്ളം പറഞ്ഞ് ഇപ്പോൾ പോയിട്ടുള്ളത്? ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ അവരത് സമ്മതിക്കുകയും ചെയ്തിട്ടില്ല. നീ പെട്ടെന്ന് ഗൗതമിനൊന്ന് വിളിക്ക് എന്ന് പറയട്ടെ. അങ്ങനെ നിധി അകത്ത് കയറി റൂമിൽ നിന്ന് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ഗൗതമിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഗൗതവുമായി സംസാരിക്കുകയാണ്. ഗൗതം ആരോടും പറയാതെ എന്തിനാണ് നിർമ്മലാമ്മയും കൊണ്ട് ഗൗതം അമ്പലത്തിലേക്ക് പോയത്? അത് പിന്നെ എനിക്ക് എൻ്റെ അമ്മയും കൊണ്ട് അമ്പലത്തിലേക്ക് വരുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആരോടും പറയാതെ ഇവിടെ പാർവതി അമ്മയെ കൂടി കൂട്ടാതെ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും തനിച്ചു പോയത്? അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെയുണ്ട്, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്. നീ ഇപ്പോൾ വെക്ക് ഫോൺ നിധി. അത് പറ്റില്ല, എന്താണെങ്കിലും ഒന്ന് പറ. എങ്കിലും ഞാൻ പറയാം. നീ അതിൻ്റെ പേരിൽ ടെൻഷൻ ആവണ്ട. ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നിധി അത് പറ്റില്ല, ഇപ്പം തന്നെ പറയണം എന്ന് പറയുമ്പോൾ ഗൗതം കാര്യം പറയുകയാണ്. CKCക്ക് എൻ്റെ പെറ്റമ്മ നിർമ്മലാമ്മയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാനാണ് ഞാനിപ്പോൾ ശിവക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളത്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് നിധി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ തൊട്ടരികിൽ തന്നെ പാർവതി നിൽക്കുന്നുണ്ട്. അപ്പോൾ പാർവതി പറയണേ, എന്താ മോളെ അവൻ പറയുന്നത്? നീ ഒന്ന് സ്പീക്കറിലിട്ട് എനിക്കൊന്ന് കേൾക്കണം. എന്താണ് അവൻ പറയുന്നത്? അവൻ എന്താണ് എന്നെ കൂട്ടാതെ നിർമ്മലയും കൊണ്ട് ഒരു കള്ളത്തരത്തിൽ പോയത്? എന്താണെങ്കിലും എനിക്കത് കേൾക്കാനാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിധി, അയ്യോ അമ്മ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാകുമല്ലോ. പാർവതി അമ്മ നിർമ്മലാമ്മയാണ് എൻ്റെ അമ്മ എന്ന് ഗൗതം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധി പറയുകയാണ് പാർവതിയോട്, എന്താണെന്നറിയില്ല, ഈ റൂമിൽ തീരെ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. അമ്മ ഇവിടെ ഇരിക്കെ, ഞാൻ പുറത്ത് പോയിട്ട് ഗൗതമിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ നിധി, എന്താ ഗൗതം കേൾക്കാനുണ്ടോ എന്നൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നത്, എനിക്ക് നല്ല വ്യക്തമായി കേൾക്കാനുണ്ട്. എന്നിട്ട് നിധി പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുകയാണ്. ഗൗതം, എന്നോടൊപ്പം അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അമ്മ കേട്ടാൽ അത് മൊത്തത്തിൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. എന്തിനാണ് ഇപ്പോൾ ഗൗതം CKCക്ക് ഇപ്പോൾ നിർമ്മലാമ്മയെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? അത് വലിയ അപകടമുണ്ടാക്കും. നിർമ്മലാമ്മയാണ് ഗൗതമിൻ്റെ പെറ്റമ്മ എന്നുള്ളത് CKC അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ജ്യോതിർമഴി അറിയും, പിന്നെ ശിവാനിയും പ്രണവും അറിയും. അത് പിന്നെ നേരെ പാർവതി അമ്മയുടെ ചെവിയിലെത്തും. പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ എന്തൊക്കെയാണ് പ്രശ്നമുണ്ടാവുക എന്ന്. അതുകൊണ്ട് വെറുതെ അപകടം വിളിച്ചു വരുത്തരുത്. ഗൗതം CKCയോട് നിർമ്മലാമ്മയെ കാണിച്ചു കൊടുക്കരുത്. അപ്പോൾ ഗൗതം പറയണേ, ഇല്ല നിധി, ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് CKC എന്നെ അതനാണെന്നും പറഞ്ഞ് പരിഹസിക്കുന്നു. എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് നിധി, നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കില്ല. ഗൗതം, ഞാൻ കാല് പിടിക്കാം. ഇപ്പോൾ CKCയോട് നിർമ്മലാമ്മയാണ് പെറ്റമ്മ എന്നുള്ളത് ഒരിക്കലും അറിയിക്കരുത്. അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഗൗതം ഈ അബദ്ധം ചെയ്യരുത്. അത് കേട്ടപ്പോൾ ഗൗതം, ഇത് നിധി, എൻ്റെ തീരുമാനമാണ്. ഇനി എനിക്ക് ഫോൺ വിളിക്കരുത്, ഞാൻ ഇനി എടുക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുക കേട്ടോ. നിൻ്റെ ഫോൺ എടുത്തത് തന്നെ ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടാക്കണം. അതോടുകൂടി നിധി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനോട് കൂടി നിൽക്കട്ടെ. അപ്പോഴത്തേക്കും പാർവതി വരികയാണ്. എന്താ മോളെ, അവൻ എന്താ പറഞ്ഞത്? അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈശ്വര, ഇതെങ്ങാനും നിർമ്മലാമ്മയാണ് ഗൗതമിൻ്റെ പെറ്റമ്മ എന്നുള്ളത് CKC അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ കൊല്ലും എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശിവക്ഷേത്രത്തിലേക്ക് എത്തണം എന്ന് മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് പാർവതി ചോദിക്കുകയാണ്, എന്താ മോളെ നീ ആലോചിക്കുന്നത്?
എന്താണ് ഗൗതം പറഞ്ഞത്? ഒന്നുമില്ല അമ്മേ, ഞാൻ പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്തട്ടെ, ഗൗതം ഫോൺ കട്ടാക്കി, അതുകൊണ്ടാണ്. എങ്കിൽ ഞാൻ കൂടി വരാം. വേണ്ട, അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, അമ്മ ഇവിടെ തന്നെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നിധി പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് CKC വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൗതമാണെങ്കിലോ CKCയെ അമ്പലത്തിന് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, നിർമ്മലാമ്മയ്ക്ക് വിളിച്ച് കാര്യം പറയാം എന്ന് ചിന്തിച്ചുകൊണ്ട് നിർമ്മലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഫോൺ എടുക്കുന്നത് പാർവതിയാണ്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ നിർമ്മലാമ്മ ഫോണും കൊണ്ടുപോയിട്ടില്ലേ? ഇല്ല, ഞാൻ നിർമ്മലാമ്മയെ വിളിച്ച് കാര്യം പറയാമെന്ന് കരുതിയതാണ്. എന്ത് കാര്യം? ഒന്നുമില്ല അമ്മേ, എന്ത് കാര്യമാണ് നീ പറയാൻ വന്നത്? എന്താണെങ്കിലും എന്നോട് പറ നിധി. ഇല്ല അമ്മേ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ഞാൻ എന്തായാലും അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് എത്താറായി എന്ന് പറഞ്ഞ് ഫോൺ വെക്കാട്ടോ. അപ്പോഴൊക്കെ പാർവതിക്ക് ഇതിപ്പോൾ എന്തോ ഉണ്ടല്ലോ എന്നുള്ള സംശയത്തിലാണ് കേട്ടോ, ടെൻഷനായിട്ട് പാർവതി ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും ഗൗതമിൻ്റെ അടുത്തേക്ക് CKC വരികയാണ്. അപ്പോൾ എവിടെയാടാ നിൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വാ അവിടേക്ക് വാ എന്ന് പറഞ്ഞ് CKCയെയും കൂട്ടി പോവുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് നിർമ്മല പ്രാർത്ഥനയിൽ നിന്നും എവിടെ ഗൗതം എവിടെ എന്ന് നോക്കുകയാണ്. അല്ല, ഗൗതം ഇവിടെ ഇല്ലല്ലോ, എവിടെ പോയി ഗൗതം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിർമ്മല അവിടെയൊക്കെ തിരയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ CKCയെയും കൊണ്ട് ഗൗതം അവിടെ എത്തുകയാണ്. എന്നിട്ട് നിർമ്മലയെ നോക്കുന്ന സമയത്ത് നിർമ്മലയെ കാണുന്നില്ല. അമ്മ ഇതിപ്പോൾ എവിടെ പോയി എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗൗതം അവിടെയൊക്കെ തിരയുകയാണ്. അപ്പോൾ CKC മനസ്സിൽ ചിന്തിക്കുകയാണ്, അല്ല ഇവൻ ഇത്ര കോൺഫിഡൻസോട് കൂടി അമ്മയെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഇവൻ ശരിക്കും ഇവൻ്റെ അമ്മയെ കണ്ടുമുട്ടി കാണുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് CKC ഗൗതമിനെ തന്നെ നോക്കുന്നത്. അങ്ങനെ ഗൗതം എല്ലായിടത്തും നിർമ്മലയെ നോക്കുകയാണ്. അപ്പോൾ നിർമ്മലയാണെങ്കിലോ ഗൗതമിനെ തിരഞ്ഞുകൊണ്ട് അമ്പലത്തിന് ചുറ്റും നടക്കുന്നുണ്ട്. ഇനിയാണ് നിധി അവിടെ എത്തുക. അങ്ങനെ CKCയെയും ഗൗതമിനെയും നിർമ്മല കണ്ടുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് CKCയുടെ കണ്ണ് വെട്ടിച്ച് നിർമ്മല മാറി നിൽക്കുകയാണ്. അങ്ങനെ CKCക്ക് മുന്നിൽ ഗൗതമിന് എൻ്റെ പെറ്റമ്മ നിർമ്മലയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ കഴിയാതെ പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.